ജി സുധാകരനോടുള്ള CPM അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ് രംഗത്ത്. ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വെളിച്ചമാണ്. ആ പേര് പറഞ്ഞ് ഉപദ്രവിച്ചാലും മൂലക്കിരുത്തിയാലും അതുറക്കെ വിളിച്ചു പറയാൻ പേടിയില്ലെന്നും പാർട്ടി അംഗം കൂടിയായ ഷീബ ഫേസ്ബുക്കിൽ കുറിച്ചു. ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷൈജു, നേരത്തെ ജി സുധാകരനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമുണ്ടായിരുന്നു. പിന്നീട് ജില്ലാ സെക്രട്ടറി തന്നെ അതൊക്കെ തിരുത്തി പറഞ്ഞ് സുധാകരനെ പുകഴ്ത്തി പറഞ്ഞ ആ പ്രശ്നമൊന്ന് അടങ്ങിയതാണ്. ഇപ്പോൾ വീണ്ടും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ചർച്ചയ്ക്ക് ഒരിക്കൽ കൂടി കളമൊരുക്കുകയാണോ? എന്തൊക്കെയാണ് ഷീബ പറയുന്നത്? ജിൽസി, ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഏറെക്കുറെ വിഭാഗീയത കെട്ടടങ്ങി എന്ന് തോന്നിച്ച് ജില്ലാ സമ്മേളനത്തിലേക്ക് മാറാനിരിക്കുന്ന CPM-നകത്താണ് ആലപ്പുഴയിൽ വീണ്ടും വിവാദം പുകയുന്നത്. അതും ജി സുധാകരനെ ചൊല്ലിയുള്ള വിവാദമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നത്. പാർട്ടി അംഗം കൂടിയായ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജി സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രൂക്ഷ വിമർശനമാണ് അവർ നടത്തിയിട്ടുള്ളത്. ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ തെളിച്ചമാണെന്നും വെളിച്ചമുള്ള നേതാവാണെന്നും അഭിമാനത്തോടെ ഉച്ചത്തിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന പേരുകളിൽ ഒന്നാമനാണ് ജി സുധാകരൻ എന്നും അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ആരുപദ്രവിച്ചാലും മൂലക്കിരുത്തിയാലും വെട്ടിക്കൂട്ടിയാലും അതുറക്കെ വിളിച്ചു പറയാൻ പേടിയില്ലാത്ത നേതാവാണ് ജി സുധാകരൻ. മാത്രമല്ല, ജി സുധാകരനെ കുറ്റം പറയുന്നവർ നേരിട്ട് കാണുമ്പോൾ മുട്ടുവിറയ്ക്കും എന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് എന്നതാണ്. കാരണം ജി സുധാകരന്റെ സ്വന്തം ഏരിയയാണ്. ജി സുധാകരന്റെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും പങ്കെടുപ്പിക്കാതിരുന്നത് ഒരു വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതുവരെ നടന്ന ഒരൊറ്റ ലോക്കൽ സമ്മേളനങ്ങളുടെ പൊതുസമ്മേളനങ്ങളിൽ പോലും പങ്കെടുപ്പിച്ചിട്ടില്ല. ജില്ലാ സമ്മേളനത്തോടുകൂടി സജീവമാകുമെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞ് നാക്കെടുക്കുന്നതിനിപ്പുറത്താണ് ഇപ്പോൾ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി അംഗം കൂടിയായ ഷീബ രാഗേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. ജി സുധാകരനെ ചൊല്ലി പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഷീബ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശരി, എന്തായാലും വിഭാഗീയതയൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു. എല്ലാം ജി സുധാകരനെതിരായ അവഗണനയൊക്കെ ചർച്ച ചെയ്ത് അതിൽ സംസ്ഥാന നേതൃത്വം തന്നെ നിലപാട് കടുപ്പിച്ചപ്പോൾ ജില്ലാ നേതൃത്വം മറുത്തൊരു നിലപാടെടുത്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഷീബ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വിഷയങ്ങളൊക്കെ വീണ്ടും പാർട്ടിക്കകത്ത് ചർച്ചയാകുമോ, വിവാദമാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.